യെസ് ഇപ്പൊ പറയാം അത് അവിടെ പറഞ്ഞാൽ നീ സമ്മതിക്കൂല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ജിത്തൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കയ്യിൽ ടാറ്റു ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് സംഭവം ഇവിടെ ഒരാൾക്ക് അറിയില്ല. ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് വെഞ്ഞാറമ്മൂട് പോകുന്നെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയത്. പോകുന്ന വഴിക്ക് നമുക്ക് പറയാം എന്താവും എന്നൊക്കെ നോക്കാം കേട്ടോ. ഞാൻ ബാക്കിയെല്ലാം വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ ചെന്നാൽ മതി. ബാക്കിയൊക്കെ വീഡിയോയിൽ കാണാം. ഓക്കെ. പാറൂട്ട, നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയാവോ? വണ്ടി വരണ, സൂക്ഷിച്ചെടുക്ക്. എവിടെ പോണ? തിരിച്ചല്ലേ പോണ? അല്ല, നമ്മളെ ടാറ്റു പഠിക്കാൻ പോയി. ഇപ്പൊ പറയാം അത് അവിടെ പറഞ്ഞാൽ നീ സമ്മതിക്കൂല. നീ പറഞ്ഞാ സമ്മതിക്കൂല. അതുകൊണ്ട് ഇവിടുന്ന് പോണ വഴിക്ക് പറയാന്ന് വിചാരിച്ച. ഈ സമയത്ത് എപ്പോ പറഞ്ഞതിന് അതൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട, വേണം. ചുമ്മാ പറയല്ലേ. എന്നാ വെറുതെ. ഓക്കെ. എനിക്കൊരു കേൾക്കണ്ട. പറയാതെ ചുമ്മാ അല്ലാന്ന്. നമുക്ക് വീട്ടിൽ പോവാൻ സമയമില്ല. എവിടെ പോണു? വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ജോലിയുണ്ട്. അടിപൊളി. നമ്മള് പോകുകയാണ് ഗൈസ്. നമ്മുടെ വെഞ്ഞാറമൂടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു ട്രാഫിക് ബ്ലോക്ക്. സെറ്റ് ബാറൊക്കെ ഉണ്ട്. അനങ്ങത്തില്ല, ഇല്ല. ഇങ്ങനെ ആമ എഴയുമ്പോലെ എഴയാനേ പറ്റും കുറേ നേരം. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വെഞ്ഞാറമൂട് കഴിഞ്ഞാൽ മതി എന്നുള്ള ഇതിലാണ് നമ്മൾ വെഞ്ഞാറമൂട് കൂടെ യാത്ര ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവിടെ ഒരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല, എപ്പോഴും തിരക്കും ബ്ലോക്കുമാണ്. അപ്പോൾ ടാറ്റു അടിക്കാനുള്ള സംഭവമൊക്കെ ഞാൻ അവിടെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 വീക്ക് മുന്നേ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ടാറ്റു അടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അത്ര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. അല്ലെ കപ്പിൾ ടാറ്റു ചെറുതായിട്ടുള്ള ഇങ്ങനെ വല്ല പക്കിയ പാട്ടിയൊക്കെ അടിക്കുന്നത് ഇഷ്ടമുള്ളൂ. അല്ലാതെ എനിക്ക് ഇങ്ങനെയൊന്നും അടിക്കുന്ന ഇഷ്ടമല്ല. ഇത് സ്വന്തം ആഗ്രഹത്തിൽ പോയി അടിക്കുന്നതാണ്. എൻ്റെ ഒരു താല്പര്യം ഇല്ലില്ല. ഇതില് മാത്രം നമ്മളിതാണ് കുരിശാണ്.
കരഞ്ഞ് വിളിച്ചാണ് പോണത്. ഞാൻ പറഞ്ഞു കുഞ്ഞടിക്കാൻ പറ്റൂല, ഇത്രേ പറയാവുള്ളൂ ഗൈസിന്. കുഞ്ഞടിക്കാനാ സസ്പെൻസ് പൊട്ടിക്കല്ലേ, കുഞ്ഞടിക്കാനായാലും വലുതടിക്കാനായാലും ശരിയല്ല. അപ്പം ഞാൻ ടാറ്റു അടിക്കാനായിട്ട് പോയത് പോത്തങ്കോടുള്ള വിനു ടാറ്റു സ്റ്റുഡിയോയിലാണ്. പോത്തങ്കോട് എത്തുന്നതിന് മുമ്പാണ് ട്രിവാൻഡ്രം ജില്ലയിൽ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വിനു ടാറ്റു സ്റ്റുഡിയോ. അതാ നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഡിസൈനൊക്കെ സെലക്ട് ചെയ്തു. കയ്യിൽ ബാൻഡ് അടിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ആർട്ടിസ്റ്റ് ആഘോഷ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്, അപ്പോൾ അവനാണ് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തെന്ന് അടിക്കുന്നതെല്ലാം. അപ്പോൾ ഇതാണ് ബാൻഡിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാൻ ഒരുപാട് മോഡൽസ് എടുത്തിട്ടായിരുന്നു, പക്ഷെ അവിടെ വന്നപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ പുതിയത് ഇവിടെ തന്നെ ഇരുന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതായിരുന്നു ഗായ്സ് ടാസ്ക് എന്ന് പറയുന്ന ഒരിത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്ക് കറക്റ്റ് അളവ് കിട്ടുന്നില്ലായിരുന്നു. ഈ ബാൻഡ് അടിക്കുമ്പോൾ കറക്റ്റ് കറങ്ങി ഒരേ അളവിന് വരണം, പക്ഷെ എനിക്കത് കിട്ടുന്നില്ലായിരുന്നു. മാക്സിമം കുറേ ശ്രമിച്ചിട്ടാണ് ആ സംഭവം കിട്ടിയത്.
അങ്ങനെ അവസാനം കയ്യിൽ പ്രിൻ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ പുറത്തൂടെയാണ് ടാറ്റു അടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ബാക്കി പ്രിൻ്റ് ചെയ്തതിൻ്റെ ബാലൻസ് അവൻ വരച്ച് തന്നെ എടുത്തു. പെന്നിട്ട് വരച്ച് അത് ജോയിൻ്റ് ആക്കിയതാണ്. അങ്ങനെ ടാറ്റു സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്, അടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. സംഭവം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. ടാറ്റു അടിച്ച് തുടങ്ങിയപ്പോൾ ഏകദേശം 3 മണിയൊക്കെ ആയായിരുന്നു. കാരണം അവിടെ ടാറ്റു അടിക്കുന്ന 2 പേരുണ്ട്. അപ്പോൾ ഒരാൾക്ക് രാവിലെ വർക്കുണ്ടായിരുന്നു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ലീവായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ലയൺ അടിക്കണമെന്ന്. അങ്ങനെയാണ് അത് തന്നെ സെലക്ട് ചെയ്തത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം, കമൻറ്റുകൾ അറിയിക്കണം.
ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണി അടുപ്പിച്ചായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ ഇതിന് ഇടയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഏകദേശമൊക്കെ അടിച്ച് കഴിയാറായി. എന്നിട്ട് അതിൻ്റെ കണ്ണിനകത്ത് ഒരു വെള്ള ഡോട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു കൊടുത്തത്. പക്ഷെ അത് ആ ഒരു വെള്ള ഡോട്ട് കൊടുത്തപ്പോൾ സൂപ്പറായിരുന്നു കാണാൻ. ഒരു ഗ്ലൈസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടെന്ന് പറയുക. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല കിടിലം വർക്കായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എനിക്കത് ഫിനിഷായി കിട്ടി. ഫിനിഷിങ് ആവുന്നവരെ എനിക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ സൂപ്പറായി എനിക്ക് തന്നെ ഫീൽ ചെയ്തു. പിന്നെ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ ഉറപ്പായിട്ടും അറിയിക്കുക. വീഡിയോ എന്തായാലും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റു ഒക്കെ അടിച്ച് കഴിഞ്ഞു. ഞങ്ങളിനി പോകാനിറങ്ങുകയാണ്. ഇപ്പോൾ സമയം രാത്രി 11 മണി കഴിഞ്ഞു. ഇപ്പം അടിച്ച് കഴിഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. സ്റ്റുഡിയോ. അപ്പോൾ പറ്റുന്നവരെല്ലാവരും വന്ന് ടാറ്റു അടിക്കാൻ നോക്കുക. ട്രിവാൻഡ്രത്ത് പോത്തങ്കോടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതെ, എൻ്റെ ടാറ്റു എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.